എന്റെ ഭഗവാനെ, എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വരണം. എത്ര പൈസ ചെലവായാലും കുഴപ്പമില്ല. ആ വൃത്തികെട്ട സേതുവിനെ തൂക്കിലേറ്റണം. ഇല്ല സാറേ, സാക്ഷികളെല്ലാം പക്ക റെഡിയാ, ഒന്നും പേടിക്കാനില്ല. ഈ കേസിൽ നിന്ന് അവന് രക്ഷപ്പെടാനാവില്ല. ആ തലതെറിച്ചവൻ തൂക്കിലേറുന്ന അന്ന് നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണാഭിഷേകം ചെയ്യുന്നതായിരിക്കും. സോറി, കയ്യിൽ കിടന്ന് എന്നെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി. വെറുതെ എന്നെ എന്തിനാ ഇതിനകത്തിട്ട് ക്രൂശിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്നെ അവിടെ തന്നെ ഉപേക്ഷിക്കായിരുന്നില്ലേ? സമാധാനായനെ അവളുടെ കൂടെ. ഞാൻ രഞ്ജിനിയുടെ കൂടെ തന്നെ. സേതു, ഇങ്ങനെ വെറുതെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. വാദിക്കാൻ വേണ്ടിയും കേസെടുക്കാൻ വേണ്ടിയും വായി തോന്നിയതൊക്കെ അവര് പറയും. രഞ്ജിനി എന്ന പെൺകുട്ടിയുമായി സേതു സ്നേഹത്തിലായിരുന്നു എന്ന് തുറന്നു പറഞ്ഞെങ്കിലും രഞ്ജിനി സേതുവിനെ തിരിച്ച് സ്നേഹിച്ചിട്ടേ ഇല്ല. കണ്ടില്ലേ എന്തൊക്കെ നുണ പറഞ്ഞ കേസ് ഇങ്ങനെ വളച്ചൊടിക്കുന്നതെന്ന്. ഞാനിപ്പോ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഐ വിൽ കിൽ ദാറ്റ്. സേതു, സോറി. രഞ്ജിനിയുടെ സ്വത്തുക്കളെല്ലാം അപഹരിക്കണമെന്ന മോഹമായിരുന്നു അവന്റെ ലക്ഷ്യം. എങ്കിലും അത് അയാളുടെ ദിവാസ്വപ്നമായി പോയതിനാൽ സേതു അതിമോഹം കൊണ്ട് രഞ്ജിനിയെ തട്ടിക്കൊണ്ടുപോയി അവളെ ബലം പ്രയോഗിച്ച് ബലാത്സംഗം ചെയ്ത് അവൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം തട്ടിയെടുത്ത് രഞ്ജിനിയെ ആ വലിയ മലയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ എഴുതി ചേർക്ക്. ജഡ്ജ് ഒന്ന് അറിയട്ടെ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ഇങ്ങനെ പച്ചക്കള്ളം പറയൂ? തരുന്ന ശിക്ഷ തൂക്കയറിലൂടെ ഇങ്ങ് തരുവാണെങ്കിൽ ഞാൻ എത്രയും വേഗം രഞ്ജിനിയുടെ അടുത്തെത്തിയേനെ. ഞാൻ അന്ന് തന്നെ തീർന്നു പോകേണ്ടതല്ലായിരുന്നോ? പെട്ടെന്ന് മരിക്കേണ്ട ഞാൻ ഇപ്പൊ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര തന്നെ. ഈ കേസിനെ സംബന്ധിച്ച് മോഷണമോ കൊലയോ അങ്ങനെയുള്ള ഒരു കുറ്റങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാമുകന്മാരുടെ ആത്മഹത്യാ ശ്രമമെന്ന് അന്വേഷണത്തിൽ നിന്നും തെളിഞ്ഞിരിക്കുകയാണ്. കൗമാരപ്രായക്കാർ പ്രേമനൈരാശ്യത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് സർവ്വസാധാരണമാണെങ്കിലും ഇത് കഠിന ശിക്ഷ നൽകേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെയുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നതും ജീവിതം സുഗമമാക്കേണ്ട കൗമാരക്കാർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ഇത് ഒരു ഭീഷണിയായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് 309 വകുപ്പ് പ്രകാരം ഇയാൾക്ക് 1 വർഷം ശിക്ഷ വിധിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. എന്നെ തൂക്കിക്കൊന്നേക്ക്. എന്നെ ഒന്ന് വിട്. യുവർ ഓണർ, എന്നെ തൂക്കിക്കൊന്നേക്ക്. എന്നെ തൂക്കിക്കൊന്നേക്ക്. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. യുവർ ഓണർ പ്ലീസ്, എന്നെ തൂക്കിക്കൊന്നേക്ക്. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. യുവർ ഓണർ, എന്നെ തൂക്കിക്കൊന്നേക്ക്. എന്നെ തൂക്കിക്കൊല്ല് പ്ലീസ്. എനിക്ക് ജീവിക്കണ്ട. എന്നെ തൂക്കിക്കൊല്ല്. അമ്മാവ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ? എനിക്ക് സങ്കടമുണ്ട്. സോറി. അതുകൊണ്ട് എന്താ പ്രയോജനം? സൂയിസൈഡ് ചെയ്യാൻ പോലും കഴിയാതെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? പ്രേമിച്ച ശേഷം അതിനെന്തെല്ലാം എതിർപ്പുകൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാൻ കഴിയാത്തൊരു മണ്ടനായി പോയതാണ് നീ. പോയിരിക്കുന്നു സൂയിസൈഡ് ചെയ്യാനായിട്ട്. രണ്ടുപേരും കൂടി. അമ്മയും അച്ഛനെ എതിർത്തേക്കാൻ ത്രാണിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രേമിക്കാൻ പോയത്? പ്രേമിക്കുന്നെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരുമോ? അവസാനം വരെ പോരാടി അതിൽ ജീവൻ പോവുകയാണെങ്കിൽ അത് ഹീറോയിസം. അല്ലാതെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്താൽ അത് മണ്ടത്തരം, മടയത്തരം, ആനമണ്ടത്തരം. ഇവിടെ നോക്ക്, ഇത് നിന്നെ മാത്രം പറഞ്ഞതല്ല, എല്ലാ പ്രേമക്കാർക്കും വേണ്ടി പറയുകയാണ്. വേണമെങ്കിൽ നാട് മുഴുവൻ കറങ്ങി മർഡർ ചെയ്ത് മൈക്ക് സെറ്റ് വെച്ച് പറയാം. എന്താ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മനസ്സിലാവുന്നുണ്ട്. നീ ജയിലിനകത്തായാലും പല സത്യങ്ങൾ മനസ്സിലാക്കണം. നീ ഇപ്പം ജയിലിനകത്താണല്ലോ. ഒരു വലിയൊരു ആൽമരത്തെ
നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല. എങ്കിലും മനസ്സിന് ഞാൻ പോട്ടെ.